എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ടുള്ള സർക്കുലർ വന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ്റെ അപേക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ്, അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതുപോലെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷയും അതുപോലെ അപേക്ഷാ ഫീസും സഹിതം വിദ്യാർത്ഥികൾ നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് 4/6/2024 നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അതായത് ഈ ഒരു ജോയിൻറ്റ് ഡയറക്ടർ എക്സാമിനേഷൻസ്, ഹയർ സെക്കൻഡറി വിംഗ്, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം മുഖാന്തരം അതത് സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക്, അതായത് നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലാണ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്, ആ ഒരു ഫേവറായിട്ടാണ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതേ മുഖാന്തരം നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾമാർക്ക് മേൽപ്പറഞ്ഞ തീയതിക്കകം സമർപ്പിക്കണം. അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾമാർ ഈ ഒരു പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം പുനർമൂല്യനിർണ്ണയ ഫീസ് കൈപ്പറ്റി ഈ ഒരു PD അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റീവാലുവേഷൻ വിദ്യാർത്ഥികൾക്ക് അതായത് റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു റീവാലുവേഷൻ നൽകിയ പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് നൽകുന്നതായിരിക്കും. അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു അപേക്ഷ, അതുപോലെ തന്നെ ചലാൻ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അതത് പ്രിൻസിപ്പാൾ മുഖേന ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫോം അതത് സ്കൂളുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടലിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. പ്രസ്തുത വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾ 6/6/2024 തീയതിക്കുള്ളിൽ ഈ ഒരു പ്രിൻസിപ്പൽമാർ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 6 മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ നൽകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷകൾ യാതൊരു കാരണവശാലും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ സ്വീകരിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനായിട്ടുള്ള ഫീസ് 500 രൂപയും സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയും അതുപോലെ ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.